മെഡിക്കൽ ലാബ് ടെക്നോളജി അഥവാ MLT. നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളുടെ അടുത്ത് പറയാറുണ്ട്, ഒന്ന് യൂറിൻ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ അത് പറയുന്നത്? നമ്മളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്താണെന്ന് ഡോക്ടറിന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മളെ എവിടെയൊക്കെ വിടുന്നത്? നേരെ ലാബിലോട്ട് വിടും. അവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കുറേ ആളുകളിരുന്ന് മൈക്രോസ്കോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. അവരെയാണ് നമ്മൾ ലാബ് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ഇവർ ആ ബ്ലഡ് അല്ലെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്ത് നമ്മുടെ ഉള്ളിലെ വൈറസ് എന്താണെന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യില്ല, അത് എന്താണെന്ന് കണ്ടുപിടിച്ച് ഡോക്ടേഴ്സിനോട് പറയും. അപ്പോൾ ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് നമ്മുടെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആരോഗ്യരംഗത്ത് MLTക്കാരുടെ സാന്നിധ്യം ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് BSc MLTനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ സ്കോപ്പ് എന്താണ്, അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, ഇതിൻ്റെ ഡ്യൂറേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇവരെ കാത്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അഥവാ കുഹാസിൻ്റെ അപ്രൂവലുള്ള കോളേജസിലാണ് നമ്മൾ BSc MLT അപ്ലൈ ചെയ്യേണ്ടത്. ചില കുട്ടികൾ 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യാറുണ്ട്. 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് പകരം 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യാറുണ്ട്. എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. പക്ഷേ എപ്പോഴും ബെറ്റർ നമുക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ പ്രോഗ്രാം ഡിഗ്രി ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ പുറത്തൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന് വാല്യൂ കൂടുതൽ ഡിഗ്രി പ്രോഗ്രാമിൻ്റെതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു BSc MLT അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിൽ 50% മാർക്കാണ് വേണ്ടത്. BSc MLT എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ ഇന്റേൺഷിപ്പോട് കൂടി വരുമ്പോൾ അത് 4 വർഷമായിട്ട് മാറും. ചിലയിടത്ത് 4 ഇയർ കോഴ്സായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് ആ പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്നാൽ വേറെ ചില കോളേജസിൽ അവർ ഈ പറയുന്ന ഇന്റേൺഷിപ്പ് പുറത്ത് പോയി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്, നിങ്ങൾ ചേരുന്ന കോളേജ് പോലെ ഡിപ്പെൻസ് ആയിരിക്കും. ചിലപ്പോൾ 3 ഇയർ നിങ്ങൾ പഠിച്ചിട്ട് 1 ഇയർ ഇന്റേൺഷിപ്പ് പുറത്ത് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഈ 4 ഇയേഴ്സും ഒരു പാക്കേജ് ആയിട്ടായിരിക്കും തരുന്നത്. ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 50% മാർക്കാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് വേണ്ടത്. ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് വേണ്ടത്. കേരളത്തിൽ നമ്മൾ ഇതിൻ്റെ അഡ്മിഷൻസ് പോകുന്നത് LBS ത്രൂ ആണ്. LBS ത്രൂ തന്നെയാണ് നമുക്ക് കേരളത്തിൽ BSc MLTയുടെ അഡ്മിഷൻസ് പോകുന്നത്. കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിൽ നമുക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ MGR യൂണിവേഴ്സിറ്റിയുടെ കീഴിലും കർണാടകയിലേക്ക് വരുമ്പോൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുമാണ് ഈ കോഴ്സ് വരുന്നത്. ഇവിടെ മാത്രമല്ല, വേറെ ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസും അവൈലബിൾ ആണ്. +2ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻസ് പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോഴും അവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ചെന്ന് കണ്ട് ബോധിച്ചതിന് ശേഷം മാത്രമേ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് BSc MLTക്കാരുടെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. ഓബ്വിയസ്ലി അവർക്ക് ഹോസ്പിറ്റൽ, പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല അവർക്ക് ലാബിൽ വർക്ക് ചെയ്യാം, ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യാം, ബ്ലഡ് ബാങ്കിൽ വർക്ക് ചെയ്യാം, ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം, ഫോറൻസിക്കിൽ വർക്ക് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ GCC കൺട്രീസോ യൂറോപ്യൻ കൺട്രീസിലേക്കോ നിങ്ങൾക്ക് മൂവ് ചെയ്ത് ഹൈ പെയ്ഡ് സാലറിയിൽ തന്നെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ PG നമുക്ക് വേണമെങ്കിൽ എടുക്കാം, MSc MLT. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാം, BSc MLT പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഫീൽഡിലേക്ക്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാ ഇൻഫർമേഷൻസും വി ആർ റെഡി ടു ഗീവ് യു. ആൻഡ് അഗെയിൻ അഡ്മിഷൻസിൻ്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. താങ്ക് യു.